ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് സ്പെഷ്യൽ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനായി നമ്മൾ 3 സവാള, 2 തക്കാളി, 1 പച്ചമുളക് എന്നിവ അരിഞ്ഞെടുത്തേക്കാണ്. ഇനി നമുക്കിത് പാനിൽ എണ്ണ ഒഴിച്ച് മൂപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇതുപോലെ ഒരു നല്ല ഒരുപാട് കനത്തിലല്ല, ചെറുതായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ ഇളക്കി കൊടുക്കാം. ചിക്കൻ കറി നമ്മൾ ഈ ഉണ്ടാക്കുന്ന ചിക്കൻ കറി നമുക്ക് ചോറിനോടും അല്ലെങ്കിൽ മറ്റ് ചപ്പാത്തിയോ അപ്പമോ ദോശയോടൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇഞ്ചി പേസ്റ്റാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചി പേസ്റ്റ് മിക്സിയിൽ അരച്ച് ഇഞ്ചി പേസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ഇഞ്ചി പേസ്റ്റ് നമുക്ക് വാങ്ങിക്കാനൊക്കെ അവൈലബിൾ ആണല്ലോ ഇപ്പോൾ ഇഞ്ചി പേസ്റ്റ്. അപ്പോൾ ആ ഇഞ്ചി പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എപ്പോഴും നമ്മൾ നാച്ചുറലായിട്ട് ഉള്ള അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കൂടുതൽ ടേസ്റ്റിയാണ് നാച്ചുറലായിട്ട് തന്നെ നമ്മൾ ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ ഉണ്ടോ, ഇതുപോലെ നന്നായി വഴണ്ടി വന്നേക്കുവാണ്. നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം കിടന്ന് ഒരു മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഫ്രഷ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ മസാലാസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലൊരു സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഷെയ്ഡിലേക്ക്, ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് സവാള വന്നിരിക്കുകയാണ്. മറ്റ് മസാലകളെല്ലാം ചേർത്തേക്കുന്ന. അപ്പോൾ നിങ്ങൾ ചിക്കൻ്റെ അളവ് കൂടുമ്പോൾ അതനുസരിച്ച് എടുക്കണം ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് നമുക്കിനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു 1/2 കപ്പ് വെള്ളമാണ് ചിക്കനിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമ്മളിവിടെ സെമി ഗ്രേവി ടൈപ്പിലാണ് ചിക്കൻ കറി വയ്ക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് വെള്ളം മതിയായിരിക്കും. അപ്പോൾ ഈ ചിക്കൻ കറി കൂടുതലും ചോറിനേക്കാളും കൂടുതലും നല്ലത് ചപ്പാത്തി അല്ലെങ്കിൽ അപ്പം, ഇടിയപ്പം അതിനോടൊപ്പം കഴിക്കാനാണ്. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഇതൊരു കുക്കിംഗ് പീരീഡാണ് ചിക്കൻ്റെ. ചിക്കൻ ഒന്ന് വെന്ത് വരട്ടെ. ഉണ്ടോ, നമ്മുടെ ചിക്കൻ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില, മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് എരി കുറവായെന്ന് തോന്നിയത് ഞാൻ കുറച്ചുകൂടെ 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. മല്ലിയിലയും കറിവേപ്പിലയും എല്ലാം ചേർത്ത് നമുക്കൊന്ന് കൂടുതൽ ടേസ്റ്റിയാക്കി എടുക്കാം. അപ്പോൾ ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ലൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ.